ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വാനില പേസ്ട്രി കേക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഈ കേക്ക് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദ മാവാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അടുത്തതായിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇനിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, മിൽക്ക് പൗഡർ ഇല്ലാതെ ചെയ്യാമോ എന്ന്. തീർച്ചയായിട്ടും പാൽപ്പൊടി ഇല്ലാതെ ചെയ്യാം, പക്ഷേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ പാൽപ്പൊടി കൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് 1/2 കപ്പ് പാല് എടുക്കുക. എന്നിട്ട് പകുതിയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല. നമുക്ക് മുഴുവനും പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മെല്ലെ വേണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം കൂടെ യോജിച്ചു എന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ഒരു തൃപ്തിയില്ലാതെ ചിലർ വീണ്ടും ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്താൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കേക്ക് ബേക്ക് ആവുമ്പോൾ മുകൾ ആ ഭാഗം മൊത്തം അങ്ങ് വിണ്ടു പോവും. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒഴിച്ചത് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനിയും ഞാൻ മിക്സ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് വിണ്ടു പോവും. അതുകൊണ്ട് ഞാൻ മിക്സിങ് നിർത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ യോജിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 6 ഇഞ്ച് കേക്ക് മോൾഡിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇടുകയാണെങ്കിൽ കേക്ക് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഓയിൽ, ഒരല്പം ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായി പോവും. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ബേക്ക് ചെയ്യണം. ആദ്യം ഞാൻ ഓവനിൽ എങ്ങനെയാണെന്ന് പറയാം, എന്നിട്ട് ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് കാണിക്കാം. OTG ഓവൻ ആണെങ്കിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ഈ കേക്ക് വെച്ചിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 25-30 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ നിങ്ങളുടെ ഓവൻ്റെ ആ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എത്രയാണ് ടെമ്പറേച്ചർ വേണ്ടതെന്ന്. അതനുസരിച്ചിട്ട് വെക്കുക. ഓരോ ഓവനും ഓരോ ടൈപ്പാണ്. ഇനിയിപ്പോൾ കൺവെക്ഷനാണെന്ന് പറഞ്ഞ് 180 തന്നെ വേണം എന്നില്ല. ചിലതിന് 170 അല്ലെങ്കിൽ 160 ഒക്കെ ടെമ്പറേച്ചർ മതിയാവും. അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് തീ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യത്തില്ല. അത് തന്നെയാണ് ഓവൻ്റെ ടെമ്പറേച്ചർ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് നോക്കാം. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് ഒരു നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുടുന്ന കല്ലുണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഇഡലി കുട്ടുവാണ് ഞാനിപ്പോൾ വെച്ചത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല ഇത് തന്നെ വേണമെന്ന്. കുക്കറാണെങ്കിൽ കുക്കർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇഡലിക്കുട്ടത്തിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ ഇതിനുള്ളിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ റിങ്, നമ്മൾ ചോറൊക്കെ ഇറക്കി വെക്കുന്ന ഈ റിങ് ഉണ്ടല്ലോ, ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചാലും മതിയാവും. കുക്കറാണെങ്കിൽ ഇത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. എൻ്റെ അടുത്തിപ്പോൾ ഈ ഇഡലിക്കുട്ടത്തിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു തട്ടുള്ളത് കൊണ്ട് ഞാനത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. 5 മിനിറ്റ് വേണ്ടി വരത്തില്ല. ഈ ഇഡലി കുട്ടുക നന്നായിട്ടൊന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി ഇതിലേക്ക് വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ബേക്ക് ചെയ്യേണ്ടത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ നിങ്ങൾ 30 മിനിറ്റിന് മുമ്പേ നിങ്ങൾ ഈ കേക്ക് തുറന്ന് നോക്കരുത്. ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ ഈ കേക്ക് കുഴിഞ്ഞു പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേക്ക് ബേക്കായോ ഒന്ന് തുറന്ന് നോക്കരുത്. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ കേക്കിന് കംപ്ലീറ്റ് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫിയോന വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഒരുപാട് പേരെടുത്ത് ഈ ക്രീമിനെ കുറിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലൊരു ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിവോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫിയോന ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്രീം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുക്കുക. ഈ ബോട്ടിലിൽ വെള്ളം ഒന്നും കാണരുത്. വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ തന്നെ നിങ്ങൾ വിപ്പിംഗ് ക്രീം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഈ വിപ്പിംഗ് ക്രീം സൂക്ഷിക്കുന്നത് ഈ ബോട്ടിലെടുത്ത് ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് കേക്കിന് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്രീം മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതേ ബൗളിൽ തന്നെയാണ് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീം കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. എന്നാലും നമ്മുടെ ഈ ക്രീമും ഞാനൊരു 1/4 കപ്പ് എടുത്തു. 1/4 കപ്പിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല കേട്ടോ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നിങ്ങൾ എടുത്താൽ മതിയാവും. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ എപ്പോഴും ബീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ 3-4 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല അങ്ങ് തിക്കായിട്ട് വരും. നമുക്ക് ബീറ്റ് ചെയ്യാൻ പ്രയാസമായിട്ട് തോന്നും. ആ ഒരു സ്റ്റേജിൽ വേണം നിങ്ങൾ ഇലക്ട്രിക് ബീറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രീം ഇവിടെ റെഡിയായി. അതൊരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നിങ്ങളെപ്പോഴും കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ ക്രീം വെച്ചിട്ട് വേണം കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ചൂടാറി ഞാൻ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കുകയാണ്. സൈഡ് വിട്ടെടുത്തിട്ട് നമുക്ക് കേക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ നമുക്ക് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും. കേക്ക് ടിന്നിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഒരു നൂല് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് വലിച്ചങ്ങ് കൊടുത്താൽ മതി. മെല്ലെ അങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നൈഫ് ഉപയോഗിക്കുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യണം. കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് തന്നെയാണ് ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് കേക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ചെയ്യാൻ പറ്റുമോ എന്ന്. ഈ ഫിയോനയുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഐസ്ക്രീം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ വിവോയ്ക്ക് ആണെങ്കിൽ ഒട്ടും പറ്റില്ല. കാരണം അത് ഫ്രീസറിൽ വെച്ചാൽ പോലും സെറ്റാവാത്തൊരു ക്രീമാണ് വിവോ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമുക്ക് ഫിയോന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഐസ്ക്രീം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഫിയോന വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസ്ക്രീം ഞാൻ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെ കൂടി കാണിച്ചു തരാം. ശരിക്കും ഫിയോന വെച്ചിട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആ ഒരു റെസിപ്പി സക്സസ് ആയാൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കേക്ക് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒന്ന് സെറ്റായി കിട്ടിക്കോട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സിറപ്പാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ചൊരു 10 ഗ്രാം ചോക്ലേറ്റേ ഉള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ പാലും 10 ഗ്രാം ചോക്ലേറ്റും ആണിത്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ലൂസാവുമ്പോൾ കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങ് തിക്കാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പേസ്ട്രീസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം.
അപ്പോൾ ഈ പേസ്ട്രീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ, നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് മുകളിലൊന്ന് ഒഴിച്ച് ഡെക്കറേഷൻ ചെയ്യും ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് ഒഴിച്ചേക്കുന്നത്. വളരെ ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. ഡബിൾ ബോയിൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യാൻ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിൻ്റെ മുകളിൽ വേണം ഞാൻ നേരത്തെ കാണിച്ച ആ ബൗളില്ലേ ചോക്ലേറ്റിൻ്റെ ബൗൾ ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ 4500 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. നിങ്ങൾ ചെയ്ത നിങ്ങളുടെ റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചൻ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജായ സുമീസ് ടേസ്റ്റി കിച്ചൻ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പം അടുത്തൊരു ഫോളോയിങ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്തിട്ട് സി ഫസ്റ്റ് എന്ന് ആക്കുക. അപ്പോൾ ഞാൻ അതിൽ വീഡിയോസൊക്കെ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ സുമീസ് ടേസ്റ്റി കിച്ചണിൽ എല്ലാവരും ജോയിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിൻ്റെയും അതുപോലെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.